സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. എല്ലാവർക്കും നമസ്കാരം. ഇതുവരെ പാരായണം ചെയ്ത ഭാഗത്തിൻ്റെ അർത്ഥം നോക്കാം. വിശ്വാമിത്രൻ്റെ യാഗരക്ഷ. അങ്ങനെയിരിക്കെ മുനിശ്രേഷ്ഠനായ വിശ്വാമിത്രൻ ഭൂമിയിൽ മായ കൊണ്ട് ജനിച്ചിരിക്കുന്ന പരമാത്മാവിനെ നേരിട്ട് കാണാനുള്ള മോഹത്തോടെ ഒരിക്കൽ അയോധ്യയിൽ എഴുന്നള്ളി. വിശ്വാമിത്രനെ കണ്ട ദശരഥൻ അല്പം പരിഭ്രമിച്ച് കുലഗുരുവായ വസിഷ്ഠനോടൊപ്പം ചെന്ന് അദ്ദേഹത്തെ എതിരേറ്റ് വന്ദിച്ചു നിന്നു. മുനിയോട് സസ്മിതം പറഞ്ഞു: അങ്ങയുടെ വരവുകൊണ്ട് ഞാൻ ഇന്ന് കൃതാർത്ഥനായി. എൻ്റെ ജന്മം സഫലമായി. നിങ്ങളെപ്പോലെ ഒരാൾ സന്ദർശിക്കുന്ന സ്ഥലം മംഗളമായി തീരും. ധാരാളം സമൃദ്ധിയും ഉണ്ടാകും. എന്തു ഉദ്ദേശത്തോടെയാണ് വന്നത് എന്ന് അരുളി ചെയ്താലും എന്നാൽ കഴിയുന്നതെല്ലാം ഞാൻ ചെയ്യുന്നതാണ്. സന്തുഷ്ടനായ വിശ്വാമിത്രൻ പറഞ്ഞു: കറുത്തവാവ് ദിനങ്ങളിൽ ഞാൻ പിതൃദേവതകൾക്കായി ഹോമം നടത്താറുണ്ട്. മാരീചൻ, സുബാഹു തുടങ്ങിയ രാക്ഷസന്മാർ വന്ന് അതിന് തടസ്സമുണ്ടാക്കുന്നു. അവരെ കൊന്ന് യാഗം രക്ഷിക്കുന്നതിലേക്കായി രാമനെ അയക്കണം. വസിഷ്ഠനോട് ആലോചിച്ച് ലക്ഷ്മണനെയും കൂടി അയക്കണം. നിനക്ക് നല്ലത് വരും. മനസ്സിന് ചാഞ്ചല്യം ബാധിച്ച ദശരഥൻ വസിഷ്ഠനോട് രഹസ്യമായി പറഞ്ഞു: എൻ്റെ പുത്രനെ പിരിയാൻ എനിക്ക് ഒട്ടും കഴിവില്ലല്ലോ. വളരെയേറെ ആഗ്രഹിച്ച് ദൈവവശാൽ കിട്ടിയ രാമനെ പിരിഞ്ഞാൽ ഞാൻ മരിക്കും. രാമനെ നൽകിയില്ലെങ്കിൽ വിശ്വാമിത്രൻ എൻ്റെ വംശം തന്നെ നശിപ്പിക്കും. എന്താണ് ഇവിടെ ചെയ്യേണ്ടത് എന്ന് അങ്ങ് ആലോചിച്ച് പറഞ്ഞു തന്നാലും. വസിഷ്ഠൻ ദശരഥനെ ഉപദേശിച്ചു: അത്യധികം രഹസ്യ സ്വഭാവമുള്ള ഒരു ദേവകാര്യം ഞാനിപ്പോൾ പറയാം. അങ്ങ് ഒട്ടും സങ്കടപ്പെടേണ്ട. രാമൻ മനുഷ്യനല്ല, നിരൂപിക്കാൻ കഴിയാത്ത പരമാത്മാവ് തന്നെയാണ്. ബ്രഹ്മാവിൻ്റെ യാചന അനുസരിച്ച് ഭൂമിയുടെ ഭാരം തീർക്കാൻ അവിടുത്തെ മകനായി കൗസല്യയിൽ വന്ന് അവതരിച്ച വൈകുണ്ഠവാസിയായ നാരായണനാണ്. അങ്ങയുടെ പൂർവ്വകഥ ഞാൻ പറയാം. കഴിഞ്ഞ ജന്മം ഭവാൻ ബ്രഹ്മാവിൻ്റെ മകനായ കശ്യപ പ്രജാപതി ആയിരുന്നു. പത്നിയായ കൗസല്യ അതിഥിയും. സന്തതി ഉണ്ടാവാൻ വേണ്ടി നിങ്ങൾ ഇരുവരും കുറേ സംവത്സരങ്ങൾ വിഷ്ണുധ്യാനത്തോടെ തപസ് ചെയ്തു. ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് വരം ചോദിക്കാൻ ആവശ്യപ്പെട്ടു. അങ്ങനെക്ക് പുത്രനായി ജനിക്കണം എന്ന് അപേക്ഷിച്ചതുമൂലം വിഷ്ണു അങ്ങയുടെ പുത്രനായി പിറന്നതാണ് രാമൻ എന്ന് അറിയുക. ആദിശേഷനാണ് ലക്ഷ്മണൻ. ശംഖചക്രങ്ങളാണ് ഭരതനും ശത്രുഘ്നനും. ഇനിയും സംശയിക്കാതെ കേട്ടോളൂ. മായാദേവി അയോനിജയായി യാഗസ്ഥലത്ത് മിഥിലയിൽ ജനിച്ചിട്ടുണ്ട്. അവരെ ഒരുമിച്ച് ചേർക്കാനാണ് വിശ്വാമിത്രൻ വന്നിരിക്കുന്നത് എന്നറിഞ്ഞാലും പരമരഹസ്യമായി ഇക്കാര്യം പറഞ്ഞുകൂടാത്തതാണ്. മടിക്കാതെ വിശ്വാമിത്രൻ്റെ കൂടെ രാമനെ അയക്കുക. സന്തുഷ്ടനായ ദശരഥൻ വിശ്വാമിത്രനെ വന്ദിച്ച് പൂജിച്ച് രാമലക്ഷ്മണന്മാരെ നൽകി. രാമലക്ഷ്മണന്മാരെ മാറോട് ചേർത്ത് ആലിംഗനം ചെയ്ത് നന്നായി പോയി വരൂ എന്ന് അനുഗ്രഹിച്ച് പറഞ്ഞയച്ചു. അവർ അച്ഛനമ്മമാരുടെയും വസിഷ്ഠൻ്റെയും പാദങ്ങൾ വന്ദിച്ച് വിശ്വാമിത്രനെ വണങ്ങി. വിശ്വാമിത്രൻ ലോകരക്ഷയ്ക്കു വേണ്ടി അവരെ സ്വീകരിച്ചു. അമ്പ്, വില്ല്, ആവനാഴി, വാൾ എന്നിവ ധരിച്ച രാജകുമാരന്മാരോടൊപ്പം വിശ്വാമിത്രൻ ആശീർവാദം ചൊല്ലി നടന്നു. കുറച്ചു ദൂരം പിന്നിട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു: രാമ, ലക്ഷ്മണ, നിങ്ങൾ കുട്ടികളാണല്ലോ. മുമ്പ് വിശപ്പും ദാഹവും അറിഞ്ഞിട്ടില്ലല്ലോ. വിശപ്പും ദാഹവും ഉണ്ടാവാതിരിക്കാൻ മഹത്തായ ഈ വിദ്യ നിങ്ങൾ പഠിച്ച് ജപിച്ചാലും ബല, അതിബല എന്നീ 2 വിദ്യകൾ നിങ്ങൾ ജപിച്ചാൽ വിശപ്പും ദാഹവും അനുഭവപ്പെടുകയില്ല. ഇവ ദേവനിർമ്മിതങ്ങളാണ്. വിശ്വാമിത്രൻ വിദ്യകൾ രാമലക്ഷ്മണന്മാർക്ക് ഉപദേശിച്ചു കൊടുത്തു. അങ്ങനെ വിശപ്പും ദാഹവും അറിയാത്ത ബാലന്മാരോടൊപ്പം ഗംഗാനദി കടന്നു വിശ്വാമിത്രൻ. ഇനി താടകാവധം. താടകാവനത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ വിശ്വാമിത്രൻ രാമനോട് ഒരു ഒളി പുഞ്ചിരിയോടെ പറഞ്ഞു: സത്യപരാക്രമിയായ രഘുനന്ദന, നീ ഈ കാട് കണ്ടോ? ഇക്കാലങ്ങളിൽ ഇതിലെ ആരും നടക്കാറില്ല. ഇവിടെയാണ് യഥേഷ്ടം ഏതു രൂപവും കൈക്കൊള്ളാൻ കഴിവുള്ള താടക എന്ന ഭയങ്കരി താമസിക്കുന്നത്. അവളെ പേടിച്ച് ഭൂമിയിൽ വസിക്കുന്ന ആരും ഇതിലെ വരില്ല. അവളെ നീ എങ്ങനെയെങ്കിലും വധിക്കണം. അതുകൊണ്ട് ഒരു ദോഷവും വരാനില്ല. മാമുനി ഇത്രയും പറഞ്ഞത് കേട്ടപ്പോൾ രാമൻ ഒരു ചെറു ഞാണൊലി മുഴക്കി. ലോകമാകെ ഒന്ന് വിറച്ചു. വില്ലച്ച കേട്ട താടക കോപിച്ച് അവരെ ഭക്ഷിക്കാൻ ഉഗ്രകോപത്തോടെ പാഞ്ഞെടുത്തു. രാമൻ ഒരു ബാണം അവളുടെ നേരെ തൊടുത്തുവിട്ടു. രാമബാണം താടകയുടെ മാറിൽ തറച്ചപ്പോൾ ഒരു വൻമല ചിറകറ്റ് മറിഞ്ഞു വീണതുപോലെ അവൾ ഭൂമിയിൽ വീണു. ഉടൻ അവിടെ സ്വർണ്ണരത്നാദി ആഭരണങ്ങൾ അണിഞ്ഞ സുന്ദരിയായ ഒരു യക്ഷി പ്രത്യക്ഷപ്പെട്ടു. ശാപം കൊണ്ട് രാക്ഷസിയായി തീർന്ന യക്ഷി രാമൻ്റെ അനുവാദത്തോടെ ദേവലോകം പോകി. വിശ്വാമിത്രൻ ഉടൻ രാമലക്ഷ്മണന്മാർക്ക് ദിവ്യാസ്ത്രങ്ങൾ ഉപദേശിച്ചു.
കുമാരന്മാരും മുനീന്ദ്രനും ഒരു ദിവസം കാമാശ്രമത്തിലെ സുന്ദരമായ കാട്ടിൽ വസിച്ചു. രാവിലെ സന്ധ്യാവന്ദനവും കഴിഞ്ഞ് വീണ്ടും യാത്ര തുടർന്ന് സിദ്ധാശ്രമത്തിൽ എത്തി. ആശ്രമവാസികൾ വിശ്വാമിത്രനെയും കുമാരൻ ആശ്രമവാസികളെയും വണങ്ങി. സന്തോഷത്തോടെ മഹർഷികൾ അവരെ സൽക്കരിച്ചു. വിശ്രമത്തിന് ശേഷം രാമൻ പറഞ്ഞു, മുനിശ്രേഷ്ഠ, അങ്ങ് യാഗം ആരംഭിച്ചാലും ഒരു വിഘ്നവും വരാതെ ഞാൻ കാത്തുകൊള്ളാം. ദുഷ്ടരാക്ഷസന്മാരെ കാട്ടിത്തന്നാൽ ആ നിമിഷം ബാണം കൊണ്ട് അവരെ നിഗ്രഹിക്കാം. വിശ്വാമിത്രൻ യാഗം ആരംഭിച്ചപ്പോഴേക്കും രാക്ഷസന്മാർ കൂട്ടത്തോടെ അവിടെ എത്തി. ഉച്ചസമയത്ത് മുകളിൽ നിന്ന് രക്തമഴ ചൊരിഞ്ഞു തുടങ്ങി. രാമൻ മാരീചൻ്റെയും സുബാഹുവിൻ്റെയും നേരെ 2 ശരങ്ങൾ തൊടുത്തുവിട്ടു. സുബാഹു അപ്പോൾ തന്നെ മരിച്ചു. പേടിച്ചരണ്ട മാരീചൻ ഓടി. രാമബാണം പിന്നാലെയും 1 യോജന ദൂരം ഓടിയിട്ട് മാരീചൻ സമുദ്രത്തിൽ ചാടി. രാമബാണം അവിടെയും പിന്തുടർന്നു. ഗത്യന്തരമില്ലാതെ മാരീചൻ രാമനെ തന്നെ അഭയം പ്രാപിച്ചു. ഭക്തവത്സലനായ രാമൻ മാരീചന് അഭയം നൽകി. അന്നുമുതൽ മാരീചൻ രാമഭക്തനായി തീരുകയും ചെയ്തു. ശത്രു സംഹാരകനായ ലക്ഷ്മണനാകട്ടെ ബാക്കി രാക്ഷസ സേനയെ മുഴുവൻ കൊന്നൊടുക്കി. ദേവന്മാർ സന്തോഷം കൊണ്ട് പുഷ്പവൃഷ്ടി നടത്തി. പെരുമ്പറ മുഴക്കി. യക്ഷന്മാർ, കിന്നരന്മാർ, സിദ്ധന്മാർ, ചാരണന്മാർ, ഗന്ധർവന്മാർ എല്ലാം തൊടുകൈയോടെ രാമനെ സ്തുതിച്ച് ആനന്ദ നൃത്തം ചെയ്തു. വിശ്വാമിത്രൻ ആനന്ദാശ്രുക്കൾ നിറഞ്ഞ കണ്ണുകൊണ്ട് ആശ്ലേഷിച്ച് മടിയിൽ വെച്ച് അനുഗ്രഹിച്ച് വാത്സല്യത്തോടെ ഭക്ഷണം നൽകി. 3 ദിവസം പുരാണങ്ങൾ പറഞ്ഞ് രസിപ്പിച്ച് കഴിച്ചുകൂട്ടി. 4-ാം ദിവസം മുനി പറഞ്ഞു, വെറുതെ സമയം കളയണ്ട, നമുക്ക് വൈകാതെ ജനക മഹാരാജാവിൻ്റെ യാഗം കാണാൻ പോകാം. പ്രസിദ്ധമായ ത്രയ്യംബകം എന്ന ശിവജാപം വിദേഹത്തിൽ ഇരിപ്പുണ്ട്. ശിവൻ തന്നെ അവിടെ സൂക്ഷിച്ചിരിക്കുന്ന ആ വില്ലിനെ രാജാക്കന്മാർ ദിവസവും ആരാധിക്കുന്നു. മഹാരാജവംശത്തിൽ ജനിച്ച അങ്ങ് ആ ധനുസ് കാണണം. താപസന്മാരോട് യാത്ര പറഞ്ഞ് രാജകുമാരന്മാരോടൊപ്പം വിശ്വാമിത്രനും യാത്രയായി. ഗംഗാതീരത്ത് ഗൗതമാശ്രമത്തിൽ ചെന്ന് ദിവ്യമായ ലത, വൃക്ഷം, പൂക്കൾ, ഫലം ഇവയാൽ ആരെയും മോഹിപ്പിക്കുന്ന വന്യജന്തുക്കളില്ലാത്ത ആനന്ദദായകമായ പുണ്യദേശം കണ്ട് രാമൻ ചോദിച്ചു, പല ജന്തുക്കൾ വസിക്കുന്നതും ആശ്രയയോഗ്യവുമായ ഈ ആശ്രമം ആരുടേതാണ്? ഇതിൻ്റെ ദർശനത്തിൽ മനസ്സ് ആഹ്ലാദിക്കുന്നു. എന്താണ് അതിന് കാരണം പറഞ്ഞാലും. ഇനി അഹല്യാമോക്ഷം. ഇത് കേട്ട് ആദിശേഷശായിയായ പരമാത്മാവിനോട് വിശ്വാമിത്രൻ പറഞ്ഞു, ഇതൊരു പഴയ കഥയാണ്, കേട്ടാലും. ഉഗ്രതപസ്വിയായ ഗൗതമ മുനി ഗംഗാതീരത്ത് ആശ്രമത്തിൽ മംഗളകാരിയായ തപസ്സനുഷ്ഠിക്കുന്ന സമയം ബ്രഹ്മാവ് ലോകസുന്ദരിയായ തൻ്റെ പുത്രി അഹല്യയെ അദ്ദേഹത്തിന് കൊടുത്തു. അവർ ഭാര്യാഭർത്താക്കന്മാരായി ജീവിച്ചു. അഹല്യയുടെ ഭർതൃശുശ്രൂഷയിലും പാതിവൃത്യത്തിലും അതീവ പ്രസാദിച്ച ഗൗതമൻ ചിരകാലം പർണശാലയിൽ വസിച്ചു. ലോകത്തെ മുഴുവൻ മോഹിപ്പിക്കാൻ കഴിയുന്ന അഹല്യയുടെ സൗന്ദര്യത്തിൽ ഇന്ദ്രൻ കാമപരവശനായി. ചെന്തൊണ്ടിപ്പഴം പോലുള്ള അതരവും പന്തൊക്കും മുലകളും ചന്തമേറിയ തുടയും അനുഭവിക്കാൻ എന്താണ് വഴി എന്ന് ചിന്തിച്ചു. സുന്ദരമായ അവളുടെ ശരീരത്തെക്കുറിച്ച് നിരന്തരം ചിന്തിച്ച് കാമാന്തനായി തീർന്ന സുരേശ്വരൻ രാത്രിയുടെ അവസാന യാമത്തിൽ ഗൗതമമുനി സന്ധ്യാവന്ദനത്തിന് പോയ സമയത്ത് ഗൗതമൻ്റെ രൂപം സ്വീകരിച്ച് ആശ്രമത്തിൽ കടന്ന് അഹല്യയെ പ്രാപിച്ചു. സൂര്യോദയത്തിന് സമയമായില്ല എന്ന് കണ്ട് തിരിച്ചെത്തിയ ഗൗതമനെ കണ്ട് ഇന്ദ്രൻ വിറച്ചു നിന്നു. തൻ്റെ രൂപം പ്രാപിച്ചു നിൽക്കുന്ന ഇന്ദ്രനെ കണ്ട് കോപിഷ്ഠനായി തീർന്നു മുനിയും. ദുഷ്ടനായി നീ ആരാണ്? എന്തിനാണ് എൻ്റെ രൂപം സ്വീകരിച്ചത്? എല്ലാം തുറന്നു പറയൂ. സത്യം പറഞ്ഞില്ലെങ്കിൽ നിന്നെ ഞാൻ ഭസ്മമാക്കും എന്ന് പറഞ്ഞു. ഇന്ദ്രൻ പറഞ്ഞു, സ്വർഗത്തിൻ്റെ അധിപനായ ഞാൻ കാമദേവന് അടിമയായിപ്പോയി. അറിയാതെ ചെയ്തു പോയ തെറ്റ് അങ്ങ് പൊറുക്കണേ. നിന്നിൽ യോനികൾ 1000 ഉണ്ടാവട്ടെ. ദുഷ്കർമ്മ ഫലമെല്ലാം സ്വയം അനുഭവിച്ചു കൊള്ളുക എന്ന് ശപിച്ചിട്ട് ആശ്രമത്തിൽ കടന്നു. അവിടെ പേടിച്ചു വിറച്ചു നിൽക്കുന്ന അഹല്യയെ കണ്ട് കോപത്തോടെ പറഞ്ഞു, കഷ്ടം, നിന്റെ ദുരാചാരം. ദുഷ്ടമനസ്കയായ നിന്റെ സാമർഥ്യം കൊള്ളാം. ഈ പാപം ഒടുങ്ങാൻ കഠിനവ്രതം പറഞ്ഞു തരാം. നീ ശിലാരൂപിയായി രാമപാദങ്ങൾ ധ്യാനിച്ച് ആഹാരമില്ലാതെ കാറ്റും വെയിലും മഴയും മഞ്ഞും കൊണ്ട് ഇവിടെ കഴിയണം. മനോഹരമായ ഈ ആശ്രമത്തിൽ ഹിംസ്രജന്തുക്കളൊന്നും വരില്ല. ദിവ്യ സംവത്സരങ്ങൾ പലത് കഴിയുമ്പോൾ ലക്ഷ്മണനും രാമനും ഇവിടെ വരും. ശ്രീരാമൻ്റെ പാദസ്പർശം ഏൽക്കുമ്പോൾ നിന്റെ ദുരിതങ്ങളെല്ലാം അസ്തമിക്കും. രാമനെ വലം വെച്ച് നമസ്കരിക്കുമ്പോൾ ശാപമോക്ഷം ലഭിക്കും. അങ്ങനെ മനസ്സ് ശുദ്ധമായി കഴിയുമ്പോൾ എന്നെ ശുശ്രൂഷിക്കാം. ഇത്രയും പറഞ്ഞ് മുനി ഹിമോത്സാനുക്കളിലേക്ക് പോയി. അന്നു മുതൽ അഹല്യ ഇവിടെ കഴിയുകയാണ്. അങ്ങയുടെ പാദപത്മങ്ങളിലെ പൊടിയേൽക്കാൻ എന്താണ് മാർഗം എന്ന് ദുഃഖിച്ച് കഴിയുന്നു. മറ്റുള്ളവർക്ക് സന്തോഷം നൽകുന്ന അല്ലയോ കൽപ്പവൃക്ഷമേ,
ഉഗ്ര തപശ്ചര്യയിൽ ആരും കാണാതെ ശിലാമയിയായി ഇവിടെ വസിക്കുന്ന അഹല്യയുടെ മുഴുവൻ പാപവും നിന്റെ പാദസ്പർശം കൊണ്ട് നശിപ്പിക്കണം. ഇന്ന് തന്നെ അവൾക്ക് ശാപമോക്ഷം ലഭിക്കട്ടെ. വിശ്വാമിത്രൻ ഇപ്രകാരം പറഞ്ഞുകൊണ്ട് രാമൻ്റെ കൈ പിടിച്ച് ആശ്രമമുറ്റത്തെത്തി തപസ്സനുഷ്ഠിക്കുന്ന ശിലാരൂപത്തെ കാട്ടിക്കൊടുത്തു. ശിലയിൽ സ്വപാദം മെല്ലെ സ്പർശിച്ച് ഞാൻ രാമനാണ് എന്ന് പറഞ്ഞ് അഹല്യയെ വണങ്ങി. രാമനെ കണ്ട അഹല്യയുടെ ആനന്ദം എങ്ങനെ വർണ്ണിക്കാനാണ്? തൻ്റെ ദുഃഖത്തെ നശിപ്പിക്കാൻ തക്കവണ്ണം താപസശ്രേഷ്ഠനായ വിശ്വാമിത്രനോടും സഹോദരനോടുമൊപ്പം മഞ്ഞവസ്ത്രത്തോടും ശാപബാണങ്ങളോടും ശ്രീവത്സത്തോടും കൂടിയ മാറോടും പുഞ്ചിരിക്കുന്ന മുഖത്തോടും ലക്ഷ്മീദേവിയുടെ വാസസ്ഥാനമായ താമരയുടെ ഇതൾ പോലുള്ള കണ്ണുകളോടും ഇന്ദ്രനീലം പോലെയുള്ള ശരീരത്തോടും ഇന്ദ്രാദി ദേവന്മാർ വണങ്ങുന്ന പാദത്തോടും 10 ദിക്കിലും വ്യാപിക്കുന്ന ശോഭയോടും കൂടി നിൽക്കുന്ന ഭക്തവത്സലനായ രാമനെ അഹല്യ കണ്ടു. തൻ്റെ പതിയായ ഗൗതമൻ തന്നോട് പറഞ്ഞത് അപ്പോൾ അവൾ ഓർത്തു. ലക്ഷ്മീപതിയായ ജനനായകനായ നാരായണൻ തന്നെയാണ് ഇത് തീർച്ച. ഇപ്രകാരം മനസ്സിൽ ചിന്തിച്ച് എഴുന്നേറ്റ് പൂജാദ്രവ്യങ്ങളെ കൊണ്ട് അർപ്പിച്ച് ആനന്ദാശുക്കളൊഴുകുന്ന കണ്ണുകളോടെ നമസ്കരിച്ചു. മനസ്സിൽ നിറഞ്ഞ ഭക്തിയോടെ തൊഴുതുകൊണ്ട് രോമാഞ്ച കഞ്ചുകിത ഗാത്രത്തോടെ ഗൽഗതം കൊണ്ട് അവ്യക്തമായ വർണ്ണത്തോടെയുള്ള കണ്ഠത്തോടെ പരമപുരുഷനെ കണ്ടതിലുണ്ടായ ആനന്ദത്തിൽ മുഴുകി സ്തുതിക്കാൻ തുടങ്ങി. അഹല്യാസ്തുതി. ജഗന്നാഥ, അങ്ങയെ കാണാൻ കഴിഞ്ഞതിൽ ഞാൻ അതീവ കൃതാർത്ഥയാണ്. ശിവൻ, ബ്രഹ്മാവ് തുടങ്ങിയവർ പോലും കൊതിക്കുന്ന അങ്ങയുടെ പാദപത്മത്തിലെ പൊടി എനിക്ക് ലഭിച്ചുവല്ലോ. കൽപ്പങ്ങൾ തന്നെ ആരാധിച്ചാലും അതിന് കഴിയുമോ? അങ്ങയുടെ പ്രവൃത്തികൾ വിചിത്രം തന്നെ. ആനന്ദമയനും മായാസ്വരൂപനും പൂർണ്ണനും ന്യൂനത്വമോ ആധിക്യമോ ഇല്ലാത്തവനും അജഞ്ചലനുമായ അങ്ങ് മനുഷ്യരൂപം പൂണ്ട് ഇങ്ങനെ വ്യാമോഹിപ്പിക്കുന്നുവല്ലോ. അങ്ങയുടെ പാദപാംസുക്കളുടെ സ്പർശനം കൊണ്ട് പാവനയായി തീർന്ന ഗംഗ ശിവനെയും ബ്രഹ്മാവിനെയും വരെ പവിത്രമാക്കുന്നു. എനിക്കും ആ പാദസ്പർശം സിദ്ധിച്ചുവല്ലോ. എന്തു പുണ്യമാണാവോ ഞാൻ ചെയ്തിട്ടുണ്ടാവുക. മാനുഷവേഷം പൂണ്ട മനസ്സിനെ മോഹിപ്പിക്കുന്ന സുന്ദരമായ ദേഹത്തോടു കൂടിയ വീരപരാക്രമിയായ ധനുർധരനായ നാശമില്ലാത്ത സത്യസന്ധനായ ആദ്യന്തവിഹീനനായ രാമനെ അല്ലാതെ മറ്റാരെയും ഞാൻ ഭജിക്കില്ല. വേദം ആരുടെ പാദങ്ങളെയാണോ അന്വേഷിക്കുന്നത്, ബ്രഹ്മാവ് ഏത് നാഭിയിൽ നിന്നാണോ ഉണ്ടായത്, മഹാദേവൻ ഏതു നാമമാണ് ജപിക്കുന്നത്, ആ സ്വാമിയെ ഞാൻ നിത്യവും വന്ദിക്കുന്നു. ശിവനും ബ്രഹ്മാവും സരസ്വതിയും നാരദനും ബ്രഹ്മലോകത്തിൽ നിത്യവും പാപനാശകമായ രാമചരിതം പ്രകീർത്തിക്കുന്നു. കാമരാഗാദികൾ തീർന്ന് ആനന്ദമുണ്ടാവാൻ ഞാനും രാമനെ ശരണം പ്രാപിക്കുന്നു. അങ്ങ് ആരായാലും അറിയപ്പെടാത്തവനാണ്. എന്നാൽ വേദാന്തത്തിലൂടെ അങ്ങയെ അറിയാൻ കഴിയും. അങ്ങ് സകല ചരാചരങ്ങൾക്കും ഗുരുവാണ്. ഭുവന മനോഹരമായ രൂപം പൂണ്ട് ഭൂമിക്ക് നന്മ വരുത്താൻ കാരുണ്യമൂർത്തിയായി അവതരിച്ച അങ്ങയെ എന്നും ഭക്തിപുരസ്സരം സേവിക്കുന്നു. സൃഷ്ടി സ്ഥിതി സംഹാരങ്ങൾക്കായി മായാഗുണത്താൽ ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ എന്നീ പേരോടെ രൂപഭേദങ്ങൾ കൈക്കൊണ്ട വേദാന്തവേദ്യൻ എൻ്റെ മനസ്സിൽ വിളങ്ങിടട്ടെ. ശ്രീദേവിയുടെ പാണികളാൽ പൂജിക്കപ്പെടുന്നതും ദിവ്യന്മാരാൽ അനുസ്മരിക്കപ്പെടുന്നതും 3 കാൽവെപ്പുകൊണ്ട് 3 ലോകങ്ങളെയും കീഴ്പ്പെടുത്തിയതും ബ്രഹ്മാവിൻ്റെ കരങ്ങൾ കൊണ്ട് കഴുകപ്പെട്ടതും ശംഖ്, ചക്രം, വജ്രം, മത്സ്യം ഇവയോട് കൂടിയതും ശുദ്ധാത്മാക്കൾക്ക് ആശ്രയമായിട്ടുള്ളതുമായ ഐശ്വര്യമേറിയ പാദപങ്കജം ഞാൻ വന്ദിക്കുന്നു. ഈ ലോകത്തിന് ആധാരവും പ്രപഞ്ചവും പ്രപഞ്ചത്തിൽ ആദ്യം ജനിച്ചതും അങ്ങ് തന്നെയാണ്. നിർവികാരനും സാക്ഷിഭൂതനുമായ അങ്ങ് സർവഭൂതങ്ങളിലും അസക്തനുമാണല്ലോ. അജിതനും നിരഞ്ജനനുമായ അങ്ങ് വാക്കുകൾ കൊണ്ട് പറയാൻ കഴിയാത്ത ആനന്ദമാണ്. വാച്യവും വാചകവുമായ അങ്ങ് എൻ്റെ വാക്കിന് വിഷയമായി തീരണമേ. കാര്യം, കാരണം, കർത്താവ്, ഫലം, സാധനം എന്നീ ഭേദങ്ങൾ പല രൂപത്തിൽ മായ കൊണ്ട് തോന്നിക്കുന്നതാണ് എന്ന് അങ്ങയുടെ സേവകന്മാർക്ക് പോലും അറിയില്ലല്ലോ. അങ്ങയുടെ മായ കൊണ്ട് മനസ്സ് മരവിച്ച അജ്ഞാനികൾക്ക് അങ്ങയുടെ മഹത്വം പോലും അറിയില്ലല്ലോ. അകത്തും പുറത്തുമെല്ലാം നിറഞ്ഞിരിക്കുന്ന അങ്ങയെ അജ്ഞാനികൾ മനുഷ്യനെന്ന് ധരിക്കുന്നു. സത്വരജസ്തമോ ഗുണങ്ങളോടുകൂടി അങ്ങ് സത്തയുടെ ഉള്ളിലുള്ള ജീവാത്മാവാണ്. ഭക്തന്മാർക്ക് മുക്തിയും യുക്തന്മാർക്ക് യോഗവും സക്തന്മാർക്ക് ഭോഗവും സിദ്ധന്മാർക്ക് സിദ്ധിയും അങ്ങ് പ്രദാനം ചെയ്യുന്നു. തത്വജ്ഞനും നിരുപമനും നിരാധാരനും നിഷ്ക്രിയനും നിഷ്കാരണനും നിരഹങ്കാരനും സർവദേവതാമയനുമായ അങ്ങ്
സകല തത്വങ്ങളുടെയും ആധാരമാണ്. സച്ചിത് ബ്രഹ്മാത്മകമായ സച്ചിത് ബ്രഹ്മാത്മകനായ അങ്ങയുടെ തത്വം ബുദ്ധിഹീനയായ ഞാൻ എങ്ങനെ മനസ്സിലാക്കും? എവിടെയായിരുന്നാലും അങ്ങയിലുള്ള ഭക്തിക്ക് ഇളക്കം സംഭവിക്കരുതേ എന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിക്കുന്നുള്ളൂ. ഭക്തവത്സല ഋഷികേശ, ഞാൻ അങ്ങയെ എല്ലായ്പ്പോഴും വണങ്ങുന്നു. എൻ്റെ സകല കർമ്മങ്ങളും ഞാൻ അങ്ങയ്ക്കായി സമർപ്പിക്കുന്നു. അപരാധങ്ങളെല്ലാം പുറത്ത് ക്ഷമിച്ചാലും സൂര്യകോടി സമപ്രഭനും കയ്യിൽ ചാപം ധരിച്ചവനും കാർമേഘവർണ്ണനും കനകകുണ്ടലങ്ങളെ കൊണ്ട് ശോഭിക്കുന്ന കവിൾത്തടത്തോടു കൂടിയവനും താമര ഇതൾ പോലുള്ള കണ്ണുകളോട് കൂടിയവനും ബ്രഹ്മാവിനാൽ നമസ്കരിക്കപ്പെടുന്നവനുമായ രാമനെ ഞാൻ വന്ദിക്കുന്നു. ഇപ്രകാരം മുമ്പിൽ നിൽക്കുന്ന പുരുഷോത്തമനെ അഹല്യ കൈകൂപ്പി സ്തുതിച്ചു. പവിത്രയായി പതിയായ ഗൗതമനോട് ചേർന്ന് സുഖമായി വസിച്ചു. ഈ സ്തുതി ഭക്തിയോടെ ജപിക്കുന്ന മർത്യൻ എല്ലാ പാപങ്ങളും നശിച്ച് ശുദ്ധനായി പരബ്രഹ്മാനന്ദത്തെ പ്രാപിക്കുകയും ലൗകിക സുഖങ്ങൾ അനുഭവിക്കുകയും ചെയ്യും. ഭക്തിയോടെ മനസ്സിൽ ഈശ്വരനെ സങ്കല്പിച്ച് ഈ സ്തുതി ജപിച്ചാൽ എല്ലാ കാര്യങ്ങളും നടക്കും. പുത്രന്മാരുണ്ടാവണം എന്നാഗ്രഹിച്ചാൽ നല്ല പുത്രന്മാരുണ്ടാവും. ധനം ആഗ്രഹിച്ചാൽ ധനലാഭം ഉണ്ടാകും. ഗുരുപത്നിയെ പ്രാപിച്ചവൻ, സ്വർണം കട്ടവൻ, സുരാപാനം ചെയ്തവൻ, അച്ഛനമ്മമാരെ കൊന്നവൻ, ബ്രഹ്മഹത്യ നടത്തിയവൻ, ഇത്തരത്തിൽ എത്ര ഹീനനായ പുരുഷനാണെങ്കിലും പുരുഷോത്തമനായ രാമചന്ദ്രനെ ധ്യാനിച്ച് ഭക്തിപൂർവം ജപിച്ചാൽ തീർച്ചയായും മോക്ഷം കിട്ടും. നല്ലവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ മോക്ഷം ലഭിക്കും എന്ന് പറയേണ്ടതില്ലല്ലോ. ഇതോടുകൂടി ഇന്നത്തെ പാരായണ ഭാഗം കഴിഞ്ഞു. നാളെ സീതാ സ്വയംവരം മുതൽ. എല്ലാവർക്കും നമസ്കാരം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.